ഇതിപ്പോൾ രണ്ടുപേർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഡോക്ടർ ബി ജയരാജ് നൽകിയത്. അത് BJPക്കും അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും. ഇങ്ങനെ ഒരു കെണിയിൽ പോയി വീഴരുത് എന്ന് കത്തോലിക്ക സഭയോടും ക്രൈസ്തവ സമൂഹത്തോടും ഡോക്ടർ ബി ജയരാജ് പറയുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ കാര്യമുണ്ട് ഇവിടെ. ശ്രീ ജിജി ജോസഫ്, ഇവിടെ ഇത്രയും വോട്ട് ശതമാനം കുറഞ്ഞത് അത് ക്രൈസ്തവ വോട്ടുകളാണ് കുറഞ്ഞത് എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഗണിച്ചെടുത്തോ എന്നാണ്. അല്ല, ഞങ്ങൾക്കറിയാലോ ഏത് മേഖലയിലാണ് വോട്ട് പോളിംഗ് ശതമാനം കുറഞ്ഞത്, ഏതൊക്കെ വീടുകളിൽ നിന്ന് ആരൊക്കെ വന്നില്ല, ഏതൊക്കെ ബൂത്തുകളിൽ ആൾ വന്നില്ല, അത് ഏത് സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സർ. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാനുള്ള സംവിധാനമുണ്ട്. പിന്നെ എനിക്ക് ഇടതുപക്ഷ പ്രതിനിധിയാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞത് ഈ മറ്റേ ഫാസിസ്റ്റുകൾ വന്നാൽ ഉള്ള കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. ഇത് BJP വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞേ? BJP അധികാരത്തിൽ വന്നാൽ പിന്നെ ഇവിടെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിൽ പോകണം, കുറച്ചു പേർക്ക് അഫ്ഗാനിസ്ഥാനിൽ പോവാം, വേണമെങ്കിൽ ബംഗ്ലാദേശിൽ പോവാം. ഇതല്ലാതെ ഒരാൾക്കും ഒരു രക്ഷയില്ല. ക്രിസ്ത്യാനികൾക്ക് ഈ നാട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് UP-യിലും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് ഞങ്ങളുടെ MPയെ ജയിച്ചേ. അതെങ്ങനെ ജയിക്കുന്നത്? താമര ചിഹ്നത്തിലുള്ള MPയെ ജയിച്ചേ. ഞങ്ങൾ ഓരോ വീട്ടിലേക്കും വികസനം എത്തിച്ചു. ഇവര് പറയുന്നത് കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല, വിരട്ടി വോട്ട് ചെയ്ത് ജയിച്ചോ. അത് കൊള്ളാലും ഇത്ര നാളും EVM-ന്റെ പ്രശ്നമായിരുന്നു, ഇപ്പൊ വിരട്ടലായോ. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് പറയുന്നത്? മണിപ്പൂർ കോൺഗ്രസ് ഭരിച്ചപ്പോഴും എന്റെ സമയമാണ്. ഞാൻ പറയട്ടെ എന്റെ സമയമാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. മണിപ്പൂർ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാലം അവിടെ കലാപം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താ? ഇത് ഇവിടെ ഒരു വംശീയ കലാപമല്ല, ഇവിടെ ചില ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അതുപോലെ അവിടുത്തെ ഇംഫാലിലെ ബിഷപ്പും പറഞ്ഞു, ബോംബെ ബിഷപ്പും പറഞ്ഞു, കർദിനാളും പറഞ്ഞു. അതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഗോത്രവർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്കിത് പ്രചരണായുധമാക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞെന്താ? കേരളമായതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും രക്ഷയില്ല. തൃശ്ശൂർ കേരളത്തിലല്ലേ? പിന്നെ ഇത് അടിച്ചേൽപ്പിച്ച ഇലക്ഷനാണ്. അടിച്ചേൽപ്പിച്ചത് അവിടെ മാത്രമാണോ? പാലക്കാടും അടിച്ചേൽപ്പിച്ചതല്ലേ? പാലക്കാട് അതിഗംഭീരമായിട്ടാണല്ലോ പോളിംഗ് ഇലക്ഷൻ വർക്കും ഓരോരുത്തരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. അപ്പൊ അടിച്ചേൽപ്പിച്ചതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പുകൾ ഈ ബൈ ഇലക്ഷൻ വരുന്നതൊന്നും ആരും മരിച്ചിട്ടൊന്നുമല്ല. ഇതും അടിച്ചേൽപ്പിച്ചത് തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിങ്ങൾക്ക് അനുകൂലമല്ല, നീതിക്ക് വേണ്ടി ഭൂമി പോയവന് വേണ്ടി ഒപ്പം നിൽക്കുന്നവനെ വർഗീയവാദി എന്ന് അച്ഛന്മാരെ വിളിച്ചവരെ മന്ത്രിയുടെ ആളുകളല്ലേ നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. നിങ്ങൾ കത്തോലിക്ക സഭയൊന്നും മൂപ്പിക്കാൻ വരണ്ട. കത്തോലിക്ക സഭയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നും അത് 10,000-2000 വർഷങ്ങൾ പഴക്കമുള്ള സഭയാണ്. ഈ സഭയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നും എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്നും ഏത് സമയത്ത് നിലപാടെടുക്കേണ്ടതെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന സഭയാ. നിങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് വലിയ ഏതാണ്ട് സംഭവിച്ചു. കത്തോലിക്ക സഭ ഇപ്പൊ തെറ്റായ മാർഗത്തിലാണ്. ഏത് മതത്തെയാണ് കത്തോലിക്ക സഭ ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞത്? അവഹേളിച്ചുകൊണ്ട് അല്ലെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഇടപെടല്ലേ? നിങ്ങൾ പറഞ്ഞതാ അപരമത വിദ്വേഷം. ഏത് അപരമത വിദ്വേഷം നടത്തിയത് കത്തോലിക്ക സഭ? നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇടുക്കിയിൽ സൗമ്യ മരിച്ച സമയത്ത് ഉമ്മൻചാണ്ടി ആദരാഞ്ജലി അർപ്പിച്ചു. ഓർക്കുന്നുണ്ടോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഏത് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പിൻവലിക്കേണ്ടി വന്നു. നിങ്ങൾ അവിടെ ഒന്ന് പോയോ? UDF-കാരാ ആ വീട്ടിലൊന്ന് പോയോ? പോയില്ല. നിങ്ങൾ UP-യിൽ പ്രശ്നം ഉണ്ടായ നിങ്ങൾ ഇവിടുന്ന് വണ്ടി പിടിച്ച് പോകുന്നതാണല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ സൗമ്യയുടെ വീട്ടിൽ പോയില്ല? റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ച സൗമ്യയുടെ കൊന്നവന്റെ മതം നോക്കി. അതല്ലേ സാറേ? എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൊന്നവന്റെ മതം നോക്കി നിലപാടെടുക്കുമ്പോ അന്ന് കത്തോലിക്ക സഭ എന്തെങ്കിലും പറഞ്ഞോ? ഈ ഇടത് വലത് മുന്നണിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ? അത് അവരുടെ രാഷ്ട്രീയമാണെന്ന രീതിയിൽ തന്നെ പറഞ്ഞു. നിങ്ങൾ കോഴിക്കോട് പലസ്തീനു വേണ്ടി പ്രകടനം നടത്തും, കോട്ടയത്ത് നടത്തില്ല. പലസ്തീനിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം. 2007 3000 ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. 3000 ക്രിസ്ത്യാനികൾ. 2011 1400 ക്രിസ്ത്യാനികളുള്ളൂ.
അവിടെ കൊന്നതാരാ? അവിടെ ഇസ്രയേലുകൾ പോയി അവിടുത്തെ ക്രിസ്ത്യാനികളെ കൊന്നതല്ല. അവിടുത്തെ ഹമാസ് തീവ്രവാദികളും ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള മറ്റ് ഓർഗനൈസേഷൻസും ചെയ്ത അതിക്രമത്തിന്റെ ഫലമായിട്ടാണ് അവിടുത്തെ ക്രിസ്ത്യൻ കുട്ടികളും ക്രിസ്ത്യൻ ആലയങ്ങളും തകർക്കപ്പെട്ടത്. ആ സമയത്ത് നിങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാത്ത എന്താ? നിങ്ങൾ വലിയ വിശാലതലത്തിൽ പറയുമല്ലോ, ഞങ്ങൾക്ക് അവിടുത്തെ കുട്ടി മരിച്ചാലും ഇവിടുത്തെ കുട്ടി മരിച്ചാലും മനുഷ്യനാണ് എന്ന് പറയുമല്ലോ. അവിടുത്തെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഇടവകയിൽ വേദപാഠ ക്ലാസ്സിനും പോകുന്ന കുട്ടികൾ കൊല്ലപ്പെടുന്ന സമയത്തുള്ള ഒരു അക്ഷരം മിണ്ടാതെ നിങ്ങൾ കോഴിക്കോട് പലസ്തീൻ പരിപാടി നടത്തുകയും കോട്ടയത്ത് മിണ്ടാതിരിക്കുകയും കൊച്ചിയിൽ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പുണ്ടല്ലോ, ഇതൊക്കെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പണ്ട് മുതൽ കാണുന്നതാ. അതൊക്കെ അവരൊരു ഒരു രാഷ്ട്രീയം എന്ന നിലയിൽ അവരതിനെ അങ്ങനെ അങ്ങ് എടുത്തു. പക്ഷെ ഇപ്പോൾ അടുക്കളക്കകത്ത് കയറി നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ സഭ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. ഒന്ന് തിരിഞ്ഞു നിന്നതേ ഉള്ളൂ. അത് BJPക്ക് സപ്പോർട്ടായി നിന്നു എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ ഒന്ന് തിരിഞ്ഞു നിന്നു, നിങ്ങളോടൊന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അനുകൂലമായിട്ടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മാറി ചിന്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ എന്താ വിളിക്കുന്ന? കത്തോലിക്ക മതമേലധ്യക്ഷന്മാരെ നിങ്ങൾ എന്താ വിളിക്കുന്ന? കത്തോലിക്ക സഭയെ നിങ്ങൾ നാളെ അങ്ങ് മൂക്കി കയറ്റുമോ? അതൊന്നും നടക്കില്ല സാറേ. ശരി, ഡോക്ടർ ബി ജയരാജും എൻ ശ്രീകുമാർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ ജിജി ജോസഫ്, ഈ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരും വൈദികരും പറഞ്ഞു എന്ന് വെച്ച് വിശ്വാസികൾ കേൾക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ക്രൈസ്തവ വോട്ടുകൾ പോൾ ചെയ്തില്ല എന്ന് പറയുന്നത് ഈ ഒരു മുനമ്പം വിഷയത്തിലും അതുപോലെ സമാനമായ മറ്റ് വിഷയങ്ങളിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന മറ്റ് വിഷയങ്ങളിലും സഭാ നേതൃത്വത്തെ അതേപടി വിശ്വാസികൾ കണക്കിലെടുത്തു എന്ന് കരുതാൻ വയ്യ. അല്ല, അതിനകത്ത് വേറൊരു കാര്യം ഓർക്കുക. അത് പറയുന്നതിന് മുമ്പ് ഈ പരിസ്ഥിതി ലോല പ്രശ്നമാണെങ്കിലും വന്യമൃഗങ്ങളുടെ പ്രശ്നമാണെങ്കിലും രാത്രി വാഹനം ഇല്ലാത്തതിന്റെ പ്രശ്നമാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, രാത്രി ഗതാഗതം നിരോധിച്ചതിന്റെ പ്രശ്നമൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങളും. അത് കോമൺ, എല്ലാവരെയും ബാധിക്കുന്നതാണ്. എല്ലാവരെയും ബാധിക്കുന്നതിൽ ആളുകൾ കുറച്ചൊക്കെ സഹിക്കും. പക്ഷേ ഈ ന്യൂനപക്ഷത്തിലെ പക്ഷപാതം കാണിക്കുമ്പോണ്ടല്ലോ ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല. വേറെ എവിടെ ചെല്ലും? ഞങ്ങൾ ആശ്രയിച്ചിരുന്നവർ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വലിയ ഷോക്ക് ഉണ്ടാക്കും. പിന്നെ തൃശ്ശൂര് ആരൊക്കെ എന്തൊക്കെയാ നിലപാടെടുത്തതെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. തൃശ്ശൂർ എടുത്ത നിലപാടുകളെ കുറിച്ച് മഞ്ജുഷ് നന്നായിട്ട് അറിയാലോ. തിരുവനന്തപുരത്ത് എടുത്ത നിലപാടുകളെ കുറിച്ച് മഞ്ജുഷ് നന്നായിട്ട് അറിയാലോ. എന്നിട്ട് ആ വിശ്വാസികൾ ഏത് രീതിയിൽ എടുത്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അവിടെ ഞങ്ങൾക്ക് പല സഭകളിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഇടവ വികാരികൾ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് പിന്തുണ തന്നിട്ടുണ്ട്. അവര് രഹസ്യമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. വിശ്വാസികളും അൽമായന്മാരും പാസ്റ്റർ കൗൺസിൽ മെമ്പർമാരും ചിലപ്പോൾ സഭയിലെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ പിന്തുണ തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തായിരുന്നു റിസൾട്ട്? നിങ്ങൾ ഇപ്പോഴും പറയുന്നത് പൂരം എന്നല്ലേ പറയുന്നത്? ഏതാണ്ട് 3:30 നടക്കേണ്ട വെടിക്കെട്ട്, വെളുപ്പിന് 3:30 നടക്കേണ്ട വെടിക്കെട്ട് 7:30 ആയിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ തോറ്റുപോയി എന്ന് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന CPIയുടെ ആള് പറയുന്നത് 70,000 വോട്ട് അല്ലെങ്കിൽ ഞാൻ കവർ ചെയ്തേനെന്ന് പറയുന്നത് അതൊക്കെ വിഡ്ഢിത്തരമല്ലേ? അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചോണ്ട് അങ്ങനെ അങ്ങ് അതിനെ വിലയിരുത്താൻ പറ്റുമോ? ഞങ്ങൾ ഇവിടെ ഈ അപരമത വിദ്വേഷം പരത്തുന്നു കത്തോലിക്ക സഭ എന്നുള്ള പരാമർശം വന്നിട്ടുണ്ട്. ഞാൻ ഇടപെടുകയാണ് ജിജി.